നമസ്കാരം. ഇന്നൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് ഇഞ്ചി പച്ചടി. ഇഞ്ചിത്തൈര് എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടും. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്നത് ചെയ്യാൻ പോകുന്നത്. തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ 1-2 ദിവസം കേടുകൂടാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 3 ഉണക്കമുളക്, 1-2 പച്ചമുളക് ചോപ്പ് ചെയ്തത്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 4 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തത്. വളരെ ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം കളറ് മാറാൻ തുടങ്ങുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്ത് ഏകദേശം 1 മിനിറ്റിന് ശേഷം ആ പാത്രത്തിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് തൈര് ചേർത്ത് ഇളക്കുക. തൈര് ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഉടച്ചതിന് ശേഷം മാത്രം ചേർക്കുക. തൈരിൻ്റെ പുളി അനുസരിച്ച് ഏകദേശം 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുക. ഏകദേശം 1-2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. സാധാരണ സദ്യക്കൊക്കെ ഇഞ്ചി പച്ചടി ഉണ്ടാക്കി 1-2 മണിക്കൂറൊക്കെ വെച്ച ശേഷമാണ് അത് സെർവ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പം ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ആ തൈരിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.